കണ്ണുകളെ വിളക്കാക്കി, കൈകളെ തൊട്ടിലാക്കി, മാറിടം മെത്തയാക്കി, രക്തത്തെ പാലാക്കി, കരളിൽ മക്കളെ വിലയിരുത്തുന്നവൾ അമ്മ. എല്ലാവർക്കും എൻ്റെ മാതൃദിനാശംസകൾ. ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, മിക്ക ആൾക്കാർക്കും കണ്ടുവരുന്ന ഒരു കാര്യമാണ് നമ്മുടെ താടിയുടെ ഇവിടെ ഇങ്ങനെ തല തൂങ്ങിക്കിടക്കുന്ന ഒരു കോഴി ഉണ്ടല്ലോ, ടർക്കി കോഴി എന്ന് പറയുന്നത്. ആ കോഴിക്ക് ഒരു സുന ഉണ്ടല്ലോ ഇവിടെ, ആ സുന, ഈ സുന, ആ സുനയാണ് ഈ സുന. അപ്പം ആ ഒരു ഇത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കട്ടിയായിട്ട് കത്തൊക്കെ ഇങ്ങനെ മുറുകി പിടിച്ചിങ്ങനെ ഒരു വല്ലാത്ത ഒരു രീതിയിൽ തോന്നുന്നതുമായ മിക്കവർക്കും കണ്ടുവരുന്നുണ്ട് ഇപ്പം. അപ്പം അത് കണ്ടുവരുന്നവർക്ക് മാത്രമല്ല, 50 വയസ്സ് കഴിയുമ്പം ഏജ് കൂടുന്നതനുസരിച്ചും ഈ ഒരു സാധനം വരാറുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ 50 വയസ്സുള്ളവര് ഞാൻ പറയുന്ന കാര്യം ചെയ്യണം. 60 വയസ്സായവര് കുറേ പ്രാവശ്യം ഞാൻ പറയുന്ന കാര്യം ചെയ്തേ പറ്റുള്ളൂ, അല്ലാതെ മാറത്തില്ല. 50 വയസ്സ് കഴിഞ്ഞവർക്ക് രാവിലെയും വൈകിട്ടും മാത്രം മതി. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാണ്ടല്ലോ, ഇത് നമുക്ക് എന്താ നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്നാ, നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മുടെ സ്വഭാവമാണ് നമ്മുടെ സൗന്ദര്യം, അല്ലേ? അല്ലാണ്ട് കുറേ വെളുത്തും ചുമന്നും ഇങ്ങനെ ഇരിക്കുന്നതല്ല. പക്ഷേ നമ്മുടെ സ്വഭാവം തന്നെ നമ്മൾ നോക്കി, എൻ്റെ സ്വഭാവം നല്ലതെന്ന് വിചാരിച്ചു, എനിക്കപ്പോൾ സൗന്ദര്യം ഉണ്ടെന്ന് വിചാരിച്ചു എൻ്റെ സ്വഭാവത്തിൽ, അല്ലാണ്ട് ചുമന്ന് തുടുത്തിരിക്കുന്ന സൗന്ദര്യമല്ല ഞാൻ പറയുന്നത്. അപ്പം എനിക്ക് സ്വഭാവം നല്ലതാണ്, എനിക്ക് സൗന്ദര്യം ഉണ്ടെന്നും പറഞ്ഞ് ഞാനിരിക്കുവാണ്. പക്ഷേ ടർക്കി കോഴിയെപ്പോലെ ഇവിടെ തൂങ്ങിക്കിടക്കുന്നു. അപ്പം എൻ്റെ സ്വഭാവം മാത്രം നോക്കിയാൽ എനിക്ക് പറ്റുമോ? സൗന്ദര്യം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് പറ്റത്തില്ല. നമ്മുടെ ശരീരത്ത് വരുന്ന ഓരോ മാറ്റങ്ങളും പ്രായമാകുമ്പോൾ നമ്മുടെ ഇവിടെ ചാടും. ചിലവർക്ക് പാരമ്പര്യം കൊണ്ട് ഇങ്ങനെ വരാറുണ്ട്. അങ്ങനെ വരുന്നവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ സ്വഭാവം കൊണ്ട് മാത്രം നോക്കിയിരുന്ന സൗന്ദര്യത്തില്ല. നമ്മുടെ ശരീരത്ത് നമ്മുടെ വ്യായാമത്തിലൂടെ, നമ്മുടെ എക്സസൈസിലൂടെ നല്ല ആക്റ്റീവായി നടക്കണമെങ്കിൽ എല്ലാം നമ്മൾ പറയുന്ന പോലെ ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഈ ഒരു സാധനം കൂടെ മാറ്റി നമ്മുടെ സ്വഭാവവും നല്ലതാണ്, ഇവിടെ തൂങ്ങിക്കിടക്കുന്ന ആ സുനായും കൂടെ മാറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൗന്ദര്യവതികളാണ്. അല്ലാണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഒരുങ്ങി ചമഞ്ഞു കണ്ണു എഴുതി പൊട്ടും വെച്ച് ഭയങ്കര സ്റ്റൈലിൽ നടന്ന സൗന്ദര്യം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അതും ഒരു സൗന്ദര്യം തന്നെയാണ്. എല്ലാവർക്കും ഒരുങ്ങി നടക്കാനും സൗന്ദര്യമുണ്ട്. ഇരിക്കുമ്പം നന്നായിട്ട് തന്നെ നിങ്ങൾ നടക്കണം, അതും ഞാൻ ഇക്കൂടെ പറയുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല സൗന്ദര്യം, അല്ലേ? അത് നമ്മൾ ഒറിജിനാലിറ്റി അല്ല, നമ്മളെ ഒരുക്കി റെഡിയാക്കി എടുക്കുവാണ് ആ സൗന്ദര്യം. അപ്പം ഈ ഒരു സാധനം മാറ്റിയെടുക്കാൻ ഞാനൊരു ടിപ്സ് കുറേ ആയി ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നും ഓരോ വീഡിയോയും കണ്ട് ഓരോ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴും ഈ ഒരു കാര്യം ഞാൻ വിട്ടുപോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു, കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ കണ്ടു, പാവം നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ മാത്രം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നു. എനിക്ക് അതിനെ വിളിച്ചിട്ട് പറയണമെന്ന് തോന്നി, ഈ ഒരു എക്സസൈസ് ചെയ്താൽ മതി. ശരിക്കും ഉള്ളവർക്ക് ഈ ഒരു എക്സസൈസിലൂടെ 1 മാസം കൊണ്ട് മാറ്റം വരും കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ആ എക്സസൈസും ആ കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പാചകം ഇല്ലാത്ത കാര്യമില്ല, ഇഷ്ടമുള്ളവർ കാണുക കേട്ടോ. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് എന്താണേലും വീഡിയോയിലോട്ടങ്ങ് പോകാം. രാവിലെ തൊട്ട് നോക്കി ഇരിക്കുമായിരുന്നു കേട്ടോ. എൻ്റെ മക്കൾ മുട്ടയിടുന്നുണ്ടോ. ഏതായാലും നമ്മുടെ മകൾ മുട്ടയിട്ടു. ഇന്നെനിക്ക് തലയിൽ തേക്കാൻ വേണ്ടി മുട്ടയില്ലാതിരിക്കുമായിരുന്നു. എന്താണേലും എന്നോടുള്ള ആത്മാർത്ഥത കൊണ്ടാണോ സമയമായിട്ടാണോ എന്നാന്നറിയത്തില്ല, മുട്ടയിട്ടു. അപ്പം നമ്മൾ ഇന്നിത് മുട്ട ടിപ്സ് ചെയ്യുന്നുണ്ട്. അതാരെയും കാണിക്കുന്നില്ല കേട്ടോ. കാണിച്ച് ഞാൻ തന്നെ മടുത്തു. എന്നെ ആൾക്കാരിനി തല്ലി ഓടിക്കും. അതുകൊണ്ട് ഇതുകൊണ്ട് വെക്കട്ടെ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ആയിരുന്നു കേട്ടോ. ചപ്പാത്തി കടലക്കറിയായിരുന്നു വെളുത്ത കടല ഞങ്ങൾ കഴിച്ചു. എനിക്ക് ഇന്നത്തെ ജോലികൾ ഉച്ചവരെയുള്ളൊക്കെ കാണിച്ചു തരാം. ഞാനെല്ലാം കഴിഞ്ഞു. നമുക്ക് ഇന്ന് കൊഴുവ നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നോക്കിയിട്ട് പറ്റിച്ച് നല്ലതായിട്ട് വെച്ചിട്ടുണ്ട്. ഇന്നൊരു ദിവസത്തേക്ക് മാത്രമുള്ള കൊഴുവപ്പീര കേട്ടോ. നാളെ വേറെ വെക്കാനാണ്. അതുകൊണ്ട് ബാക്കി മൊത്തം കൊഴുവേം വറക്കാൻ പുരട്ടി വെച്ചായിരുന്നു. ഇത് ചേന മെഴുക്കുരട്ടി, കൊഴുവതെ വറക്കാനും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സബോള എല്ലാവരും ഇങ്ങനെ മേളി വെക്കത്തില്ലേ, അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊഴുവ ഞാൻ
ആക്കി വെച്ചേക്കുന്ന വറക്കാൻ വെച്ചേക്കുന്ന ഈ ദോശക്കല്ല് വെച്ചേക്കുന്ന എന്തിനാണെന്നറിയാമോ? നമ്മുടെ മൂത്ത മോന് ചപ്പാത്തിയും കടലക്കറിയും കൂടി ഇഷ്ടമില്ലേ, കടലക്കറിയും കൂടെ. അതുകൊണ്ട് അവനുള്ള ദോശയ്ക്കുള്ള മാവിരിപ്പുണ്ട്. ദോശയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലക്കറി. അപ്പം ഇതായില്ലേ. അപ്പം ഞാൻ അവന് കുളിച്ചിട്ട് വരുമ്പോൾ ചുട്ടു കൊടുക്കാൻ വേണ്ടി കല്ല് വെച്ചേക്കുന്നത്. ഏട്ടൻ അങ്ങനെ ടൗണിലൊക്കെ പോയി വന്നു കേട്ടോ. എത്ര രസമുണ്ടല്ലേ ഈ പഴം കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് നിങ്ങളെ ഞാൻ കാണിച്ച കേട്ടോ. നാടൻ പഴം അല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾ ഏത്തപ്പഴം കാണാനിട്ടല്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിച്ചേക്കല്ലേ. ഒരു സ്റ്റൈലായിട്ടുണ്ട് ഈ പഴം കാണാൻ, അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജോലികളെല്ലാം കഴിഞ്ഞു കേട്ടോ. മുട്ട ടിപ്സ് ഞാൻ ചെയ്തു കേട്ടോ. ഇത് നീ കാണിക്കുന്നില്ല, കാരണം അറിയാൻ മേലാത്തവരെ കുറേ നാളുകൾക്ക് ശേഷം കാണിച്ചു തരാം. മുടി വളരാനുള്ള അടിപൊളി ടിപ്സ് പിന്നെ കാണിച്ചു തരാം. ഇനി ഇതെല്ലാവർക്കും അറിയാവുന്ന എൻ്റെ പഴയ വീഡിയോയിൽ പോയി നോക്കിയാൽ ഈ ടിപ്സുകളെല്ലാം അറിയാൻ പറ്റും. ഇനി അടുത്ത ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്ന കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് ഞാൻ എല്ലാ ദിവസവും 2 നേരം ചെയ്യാറുള്ള ഒരു എക്സസൈസാണ്. കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി അങ്ങനെ ഇത്ര ഇതായിട്ട് നടക്കുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതായത് നമ്മുടെ ചുണയായിട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ എക്സസൈസും ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തിന് ആ ചുണയൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ചില ആൾക്കാർക്കുണ്ടല്ലോ, ടർക്കിക്കോഴിയില്ലേ, ടർക്കിക്കോഴി അറിയാം, ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു സാധനമുള്ള ഒരു സുന ആ സുന, അതാണ് ടർക്കിക്കോഴി. ആ ടർക്കിക്കോഴിയെ പോലെ ചില ആൾക്കാരുടെ ഇവിടെ ഇങ്ങനെ കുറേയേറെ ഇങ്ങനെ തൂങ്ങി കഴുത്തുമെല്ലാം കൂടി ഇങ്ങനെ ഇങ്ങനെ വീർത്ത് ഇരിക്കുന്ന ഒരവസ്ഥ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പം മിക്കവർക്കും വരാറുണ്ട്. മിക്കവാറും കുറച്ച് ഏജ് ആകുമ്പോഴത്തേക്കാണ് അത് വരുന്നത്. ചിലർക്ക് പാരമ്പര്യം കൊണ്ട് വരാറുണ്ട്. അമ്മമാരിലും അച്ഛന്മാരിലും ഒക്കെ അങ്ങനെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കും അങ്ങനെ വരാറുണ്ട്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ ഒരു 50 വയസ്സാകുമ്പോൾ തൊട്ട് നിങ്ങൾ ചെയ്തു തുടങ്ങി. അതിന് മുമ്പൊന്നും ചെയ്യേണ്ട കാര്യമില്ല. 50 വയസ്സാകുമ്പോൾ തൊട്ട് 60 വയസ്സിൽ കുറേ പ്രാവശ്യം ചെയ്യേണ്ടി വരും കേട്ടോ. 60 വയസ്സ് തൊട്ട് നിങ്ങൾക്ക് ഈ വ്യായാമം ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എത്ര നേരം വേണേലും ചെയ്താലും ഒരു കുഴപ്പമില്ല. അത്രയും ചെയ്യുന്ന അത്രയും നല്ലതാണ്. അതായത് വെട്ടം കിട്ടുന്നില്ല, അതാണിങ്ങനെ അങ്ങോട്ട് മാറ്റുന്നത്. പിന്നെ 50 വയസ്സായവർക്ക് ചെയ്യേണ്ട രാവിലെയും വൈകിട്ടും 2 നേരം മാത്രം ചെയ്താൽ മതി. ഈ ടർക്കിക്കോഴിയെപ്പോലെ ഇങ്ങനെ വീർത്തിരിക്കുന്ന ഇവിടെ ചാടുക അങ്ങനെയൊക്കെ ഉള്ളവർക്ക്. അല്ലാതെ തന്നെ നമുക്കൊരു ഏജ് പ്രത്യേകം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തൊക്കെ കൂടെ ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ തൂങ്ങിത്തുടങ്ങും. ഇതുപോലെ ഇങ്ങനെ ലൈനുകളൊക്കെ വന്നു തുടങ്ങും ഭയങ്കരമായിട്ട്. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു എക്സസൈസ്. ഇതിപ്പോൾ ടർക്കിക്കോഴിയുടെ പോലെ ഇങ്ങനെ വരുന്നവർക്ക് ഉള്ള ഒരു എക്സസൈസാണ് ഞാൻ പറഞ്ഞതിന്. വളരെ ശ്രദ്ധിച്ച് ഗഹനമായിട്ട് കേട്ടോണം. നിങ്ങൾക്ക് ഇതിൽ നിന്ന് മുക്തി നേടാം. 50 വയസ്സ് കഴിഞ്ഞവർക്ക് ഇതുപോലുള്ളവരും വരാതിരിക്കാനുമുള്ള എക്സസൈസാണ്. ഇതൊക്കെ മുൻകൂട്ടി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കൊരു കുഴപ്പവും ഇങ്ങനത്തെ അഭംഗി തോന്നുന്ന രീതിയിലുള്ള ഒന്നും വരത്തില്ല. ചിലർക്കുണ്ട് പാവങ്ങൾ, ചിലർ സൗന്ദര്യമൊക്കെ ഭയങ്കരമായിട്ട് നോക്കുന്നവരുണ്ടാവും. പക്ഷെ അവർക്ക് ആ ടർക്കിക്കോഴിയുടെ ഇതുപോലൊക്കെ കാണും. അത് അവർക്കാണ് ഏറ്റവും കൂടുതൽ മാനസികാവസ്ഥ വരുന്നത്. ഭയങ്കരമായിട്ട് ഒരുങ്ങി വലിയ കമ്മലൊക്കെ ഇട്ട് പൊട്ടൊക്കെ വെച്ച് സുന്ദരികളായിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാർ ഇഷ്ടം മാതിരിയുണ്ട്. എല്ലാവർക്കും അതല്ലേ ആഗ്രഹം. അപ്പം അവർക്ക് തോന്നും, അയ്യോ എൻ്റെ ഇവിടെ ഇങ്ങനെ വീർത്തിരിക്കുന്നല്ലോ. അങ്ങനെ വരാതിരിക്കാനും വന്നവർക്കും വേണ്ടിയിട്ടുള്ള എക്സസൈസാണ് കേട്ടോ. ഞാൻ എന്നും ചെയ്യാറുണ്ട്, രാവിലെയും വൈകിട്ടും. അപ്പോൾ ആ എക്സസൈസ് എന്താണെന്നത് കാണിച്ചു തരാം. ഫസ്റ്റിലെ തന്നെ നമ്മുടെ ഇയർ ബാലൻസിൻ്റെ ഒരു എക്സസൈസ് ഡോക്ടർമാർ പറഞ്ഞു തന്നിട്ടില്ലേ, ഇതൊരു ഡോക്ടർ പറഞ്ഞു തന്ന എക്സസൈസാണ് കേട്ടോ. അപ്പം യൂട്യൂബിൽ തന്നെയുള്ള ഒരു ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നെ, ഇത് ഒത്തിരി നാളായി, അന്ന് തൊട്ട് ഞാനിത് ചെയ്യുന്നുണ്ട്. അപ്പം ഫസ്റ്റിലെ തന്നെ ഈ ഒരു എക്സസൈസ് കാണിച്ചു തരാം. ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾ പതുക്കെ വളരെ സൈലൻ്റായിട്ട് ഇങ്ങനെ തിരിക്കുക. പിന്നെ വന്നിട്ട് താഴോട്ടിങ്ങനെ നോക്കുന്നു. അതായത് ഈ അസ്ഥി ഇവിടെ. ചേട്ടൻ ഫോൺ വിളിക്കുന്നത് അപ്പുറത്ത് പോകും. അപ്പോൾ ബാക്കി പറയാം. ആദ്യത്തെ എക്സസൈസ് ഒന്നുകൂടെ പറയാം, അവിടെ ഫോൺ വിളിക്കുന്നതുകൊണ്ടാണ് കേൾക്കാത്തത്. അപ്പോൾ ഫസ്റ്റിലെ തന്നെ നല്ല സ്റ്റഡി ആയിട്ട് നമ്മൾ ഇരുന്നുകൊണ്ട് പതുക്കെ തല ഇവിടം വരെ കൊണ്ടുവരിക. പതുക്കെ, അല്ലാണ്ട് പെട്ടെന്ന് കാണിച്ചിട്ട് പെട്ടെന്ന് ജോലിയും തീർത്തിട്ട് പോവല്ല കേട്ടോ. ഇവിടം വരെ വരിക. ഈ താടിയെല്ലും ഈ നെഞ്ചും കൂടെ, അതായത് ഇവിടാണ് ഈ ടർക്കിയുടെ ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്നാ ചെയ്യണം, ഇവിടെ താടി ഇതും കൂടെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മുട്ടിക്കണം കേട്ടോ. ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് പതുക്കെ ഉയർക്കുക. ഇങ്ങോട്ട് പോവുക. വീണ്ടും അതുപോലെ ചെയ്യുക.
വെക്കുക, നേരെ നോക്കുക. ഇത് ഒരു അടിപൊളി എക്സസൈസാണ് ഇവിടെ തൂങ്ങുന്നതിന്. കാരണം ഈ താടി ഇതും ഇവിടെ തൂങ്ങുമല്ലോ, ഇവരുടെ ഇങ്ങനെ ചാടി ഇവിടവും കൂടെ ചാടിയല്ലേ കിടക്കുന്നത്. അതിനാണ് ഇങ്ങോട്ടുള്ള എക്സസൈസ്. ഇത് 10 പ്രാവശ്യങ്ങളും ചെയ്ത അടിപൊളിയാണ്. 50 വയസ്സായവരും 50 വയസ്സായിട്ടും ഇത് സാധനം ഉള്ളവരും ശരിക്കും പറഞ്ഞാൽ രാവിലെയും വൈകിട്ടും മാത്രം ചെയ്താൽ മതി. 60 വയസ്സ് തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പല പ്രാവശ്യവും ചെയ്തിരിക്കണം. അടുത്തൊരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പിടിക്കുക, താടിയെ ഇങ്ങനെ പിടിച്ചിട്ട് മേളിലോട്ട് നോക്കിയിട്ട് ഇങ്ങനെ പറയുക, മേളിലോട്ട് നോക്കിയിട്ട്. അതായത് ആ പറയുമ്പോൾ നമുക്കറിയാം അവിടെ അനുഭവപ്പെടുന്ന ഒരു ഫീലിങ് കേട്ടല്ലോ. കണ്ട, അപ്പം നമ്മുടെ ഇവിടെ വലിയുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ താടിയെ പിടിച്ചോണ്ട് വേണേ അത് ഒരു 5-6 പ്രാവശ്യം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ചെയ്യുക. അതും സൂപ്പർ എക്സസൈസാണ്. അടുത്തൊരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എക്സസൈസാണ് പറഞ്ഞു തരുന്നത് കേട്ടോ, കണ്ണീർ പോയി. അടുത്തൊരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ താടി ഉണ്ടല്ലോ, താടിയെ നിങ്ങൾ അമ്മക്ക് ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. ഒരു മിനിറ്റ്, ഒരു ജാതിക്കാക്കാരം വന്നായിരുന്നു. അതൊക്കെ പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞ എക്സസൈസ് അടിപൊളി പറഞ്ഞല്ല, 2 എണ്ണം പറഞ്ഞല്ല. അപ്പം നമ്മൾ എന്നായിരുന്നു പറഞ്ഞത്? ഞാൻ ചെയ്യുന്ന എക്സസൈസ് മാത്രമേ ഉള്ളൂ. ഈ നമ്മൾ ഇങ്ങോട്ടുള്ളതിനുണ്ടല്ലോ, നമ്മുടെ കഴുത്ത് വേദന ഉള്ളവർക്കും ഇത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാ എന്ന് പറയുന്ന എക്സസൈസ് കാണിച്ചു. ഇനി അടുത്തത് നമ്മുടെ ഇവിടെ ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ഒത്തിരി സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി ഇതായിട്ടൊന്നും ചെയ്യണ്ട കേട്ടോ. അതെ, ഇങ്ങനെ ഏതെങ്കിലും കൈ മതി, ഈ കൈ ഇങ്ങനെ ചെയ്തുകൊണ്ട് മേളിലോട്ട് നോക്കിക്കൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മേളിലോട്ട് നോക്കിക്കൊണ്ട് വാ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുക. ഇങ്ങനൊരു 20 പ്രാവശ്യം ചെയ്യുക, വാ തുറക്കുക അടയ്ക്കുക. അപ്പം നമ്മുടെ ഇവിടുന്ന് ഇങ്ങനെയുള്ള ആ ഒരു മസിൽസ് ഇങ്ങനെ അയഞ്ഞു കിടക്കുന്നതിനെ ടൈറ്റ് ആക്കും. അത് ഒരു 20 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാം. ഈ എക്സസൈസിലൂടെ ഞാൻ ഇത്ര എക്സസൈസ് ഇത് ചെയ്യാറുള്ളൂ ഡെയിലി. ഇനി തൂങ്ങിയാലും തൂങ്ങിയില്ലെങ്കിലും ഞാൻ പറയുകയാണ്, ഞാൻ ചെയ്യുന്ന എക്സസൈസ് ഇത്രയൊക്കെയാണ്. രാവിലെയും വൈകിട്ടും ഇത് ചെയ്യും. അപ്പം ഇത് എല്ലാവർക്കും ഈ എക്സസൈസ് എല്ലാവരും ചെയ്തിട്ട് നിങ്ങൾ നല്ല സുന്ദരികളായിട്ടിരിക്കുക കേട്ടോ. സുന്ദരികളായിട്ട്, സുന്ദർ മീൻസ് സൗന്ദര്യമല്ല ഉദ്ദേശിക്കുന്നത്, ശരീര ഭംഗി, ശരീര വടിവ് ഉള്ള ശരീരം മെയിൻ്റെനൻസ് ചെയ്ത് എടുക്കുക, ഉള്ള ആരോഗ്യത്തെ നമ്മൾ കാത്തുരക്ഷിക്കുക. ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന സൗന്ദര്യം എന്ന് പറയുന്നത് മുഖത്തല്ല, നമ്മുടെ സ്വഭാവത്തിലും അച്ചടക്കത്തിലും എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. അല്ലാണ്ട് ചുമന്ന് തുടുത്ത ഇരിക്കുന്ന ആ ഒരു ഇതല്ല ഞാൻ സൗന്ദര്യം എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സൗന്ദര്യം നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ ശരീരത്തല്ല. നമ്മുടെ എന്താ അതിന് പറയേണ്ടത്, നമ്മുടെ സ്വഭാവത്തിലൂടെയാണ് ഏറ്റവും വലിയ സൗന്ദര്യം നമ്മൾ പറയേണ്ടത് അല്ലേ. പിന്നെ നമ്മുടെ വ്യായാമം, എക്സസൈസ് എല്ലാം കൂടെ നമ്മുടെ ശരീരത്തെ മെയിൻ്റെനൻസ് ചെയ്തെടുത്താലേ നമുക്ക് ഒരു ആരോഗ്യമുള്ള ഒരു ശരീരം കാത്തിരക്ഷിക്കാൻ പറ്റുള്ളൂ. ശരീരത്തിന് ഒരു ഭംഗി വരുത്താനും എല്ലാം അതിനെ പറ്റത്തുള്ളൂ. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ പ്രത്യേക കാര്യങ്ങൾ എന്ന് ഞാൻ പറയും. ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓർക്കും, അയ്യോ അടുത്ത ദിവസം ഈ വീഡിയോ നമുക്ക് ചെയ്യണമല്ലോ. പക്ഷെ ഓരോ ദിവസവും അങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഓരോ ദിവസവും നമ്മൾ ഇന്നലത്തെ വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഉപകാരമുള്ള വീഡിയോ ആണ്. എല്ലാവർക്കും ചെയ്യുവാണെങ്കിൽ അവർക്കും രക്ഷപ്പെടട്ടെ. ഞാൻ ചെയ്തിട്ട് എനിക്ക് ടിപ്സ് റെഡിയായി. അതുകൊണ്ടാണ് ഇനി ഒരു ടിപ്സ് ഇത് മറ്റതിൻ്റെത് 3 ദിവസം കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ മിനിഞ്ഞാന്ന് എനിക്ക് എത്ര ദിവസമാണ് ഞാൻ കലണ്ടർ എഴുതി. ഇനി 4 ദിവസം അല്ലെ, അന്നേരം ഞാൻ നോക്കിയപ്പോൾ 4 ദിവസം കറക്റ്റാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇനി എനിക്ക് 3 ദിവസം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരെണ്ണം ചെയ്യണം. നമുക്ക് വേറെ ഞാൻ ചെയ്യാൻ ഓർത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കടങ്ങളൊക്കെ തീർന്നിട്ട് വേണം ചെയ്യാൻ. അപ്പം നിങ്ങൾ എന്താന്ന് പറഞ്ഞാലും ഈ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് ഉടനടി റിസൾട്ട് പറയണം. പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്താണേലും ഒരു മാസം അടുപ്പിച്ചിങ്ങനെ ദിവസം ചെയ്യേണ്ടിയല്ലേ, ചെയ്യുമ്പം ഇങ്ങനെ ഉള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് നല്ല കുറവുണ്ടല്ലോ എന്ന്. അപ്പം വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് റിസൾട്ട് എന്നോട് പറയണം. റിസൾട്ട് പറയുമ്പം നല്ലതാണെങ്കിൽ നല്ലതാ, എനിക്ക് കുറവുണ്ടെങ്കിൽ കുറവുണ്ടെന്ന് പറഞ്ഞാൽ, കുറഞ്ഞില്ലെങ്കിൽ കുറഞ്ഞില്ലെന്ന് തന്നെ പറഞ്ഞു. എനിക്ക് യാതൊരു പ്രശ്നമില്ല. നമ്മൾ എന്തും നേരിടാനുള്ള ഒരു ഇതുണ്ട് നമുക്ക് അല്ലേ.
പിന്നെ ഇന്നലെ സിനിമ കാണാൻ പോയായിരുന്നു കേട്ടോ. ഇന്നലെ നമ്മുടെ ദിലീപിന്റെ പ്രിൻസ് സിനിമയാണ് കാണാൻ പോയി. ഇപ്പം ഒരു സബ്സ്ക്രൈബർ ചോദിക്കായിരിക്കും, നീയൊക്കെ സിനിമ കണ്ടാൽ ഞങ്ങൾക്ക് എന്നെ അടിയുന്നൊരു ചോദ്യം വരുമായിരിക്കും. പക്ഷേ എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെ കുറച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് എൻ്റെ കൂട്ടുകാർ ഇഷ്ടംമാതിരി നല്ല നല്ല ഫ്രണ്ട്സ് എനിക്കുണ്ടല്ലോ, അവരോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്നലെ കുറച്ച് പറഞ്ഞത്. അപ്പോൾ ഒരു സബ്സ്ക്രൈബർ വൈറ്റ് സ്റ്റുഡിയോ പോയി നോക്കിയപ്പോൾ കിടക്കുന്നു, നിങ്ങൾ കല്യാണത്തിന് പോയാൽ ഞങ്ങൾക്ക് എന്നാന്ന്. എങ്ങനെയുണ്ട്? ചില കമന്റുകളൊക്കെ കേട്ടോ ചിരി വരും കേട്ടോ. എനിക്ക് അതിനകത്തൊന്നും തോന്നിയില്ല കേട്ടോ. ഞാനും അത് ചിന്തിച്ചു, ശരിയാണല്ലോ. ആ സബ്സ്ക്രൈബർ ചോദിച്ചത് ഞങ്ങൾ കല്യാണത്തിന് പോയാൽ അവർക്ക് എന്താ, അത് ചോദിച്ചത് കറക്റ്റുള്ള കാര്യമാട്ടോ. പക്ഷെ എൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ നല്ല ഒരു ആത്മാർത്ഥതയുള്ള കുറേ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ചാനലിലുണ്ട്. അവരെ മാത്രം, അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വിശേഷങ്ങളൊക്കെ വീട്ടിലെ പറയുന്നത്, അല്ലാണ്ട് മറ്റുള്ളവർക്കല്ല. അവർ ചോദിച്ചത് കറക്റ്റാണ്. അവർക്ക് എന്താ കല്യാണത്തിന് പോയായിരുന്നു, സത്യമായ കാര്യം. പക്ഷെ എൻ്റെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് എന്നോട് അങ്ങനെ ചോദിക്കില്ല. അവർ പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരാം, ചേച്ചി ഒന്ന് പോയിട്ടൊരു വിവരം പറഞ്ഞോ ചേച്ചി എന്നൊക്കെ അവരെന്നോട് ഇങ്ങോട്ട് ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. ഇപ്പൊ സിനിമ കണ്ട കാര്യവും പങ്കുവെച്ചത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.